നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. കേരളത്തിൻ്റെ മതേതര മനസ്സ് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മാറാട് സംഭവങ്ങളെ കെ ബാലൻ വീണ്ടും ചർച്ചയ്ക്കിട്ടിരിക്കുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്നും മാറാടുകൾ ആവർത്തിക്കപ്പെടുമെന്ന തന്റെ പ്രസ്താവന തിരുത്താനോ മാപ്പു പറയാനോ തയ്യാറല്ലെന്ന ജമാഅത്തെ ഇസ്ലാമി അയച്ച വക്കീൽ നോട്ടീസിന് മറുപടിയായി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. മറിച്ചൊരു വാക്ക് ബാലനിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചതുമല്ല. ബാലന്റെ വാർത്താ സമ്മേളനത്തെ രണ്ടു ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, കാരണഭൂതന്റെ ബ്രണ്ണൻ തള്ളുപോലെ താൻ മാപ്പു പറയില്ല, കേസ് പുത്തിരിയല്ല തുടങ്ങിയ സൈബർ ക്യാപ്സൂൾ വിതരണക്കാർക്ക് മാസിഡ എന്ന് പറയാനും BGM ഇട്ട് സ്റ്റാറ്റസ് ഇടാനും പറ്റുന്ന ആദ്യ ഭാഗം. രണ്ട്, താൻ മതേതരവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ പാടുപെടുന്ന രണ്ടാം ഭാഗം. കൂട്ടത്തിൽ ജമാഅത്തെ എന്നാണ് താൻ പറഞ്ഞത്. ജമാഅത്ത് കുറേയുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ യാത്ര നടത്തുന്നതും ഒരു ജമാഅത്തിന്റെ പേരിലാണ്. കാശ്മീരിലും ബംഗ്ലാദേശിലും ജമാഅത്തുണ്ട്. അതിനാൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അയച്ച വക്കീൽ നോട്ടീസ് തന്നെ ബാധിക്കില്ല എന്ന സംഘപരിവാർ മോഡൽ ന്യായീകരണവും. അപ്പോൾ UDF അധികാരത്തിലെത്തിയാൽ കാന്തപുരം വിഭാഗം ആഭ്യന്തരം ഭരിക്കുമെന്നാണോ ബാലൻ നേരത്തെ ഉദ്ദേശിച്ചത്? അതോ ബംഗ്ലാദേശികൾ കേരളം ഭരിക്കുമെന്നോ? ബാലൻ തന്റെ വർഗീയ പ്രസ്താവന തിരുത്താൻ തയ്യാറാവാത്തിടത്തോളം കാലം പത്രസമ്മേളനത്തിന്റെ രണ്ടാം ഭാഗം കേവലം നാട്യം മാത്രമാണെന്ന് വിലയിരുത്തേണ്ടി വരും. ബാലന്റെ പ്രസ്താവന കേവലം നാക്കുപിഴയല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്ന അപകടകരമായ അടവുനയത്തിന്റെ സൂചനയാണ് എന്നും ഇതോടെ വ്യക്തമായി. ഹസൻ കുഞ്ഞാലിക്കുട്ടി, അമീർ കൂട്ടുകെട്ട് എന്ന കഴിഞ്ഞ കാലങ്ങളിലെ പല്ലവി പുതിയ വാക്കുകളിൽ പാടുകയാണ് ബാലന്മാർ. മാറാട് എന്നത് സംഘപരിവാർ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു പ്രതീകമാണ്. അതേ പ്രതീകം അതേ അർത്ഥത്തിൽ അതേ ലക്ഷ്യത്തോടെ ഒരു ഇടതുപക്ഷ നേതാവ് ഉപയോഗിക്കുന്നു എന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണെന്ന് മനസ്സിലാക്കാം. ഭൂരിപക്ഷ സമുദായത്തിനുള്ളിൽ സുരക്ഷിതമല്ലായ്മ സൃഷ്ടിക്കുക, അതുവഴി അവരുടെ വോട്ടുകൾ ഏകീകരിക്കുക എന്ന ഹീനമായ അജണ്ട ഇതിനു പിന്നിലുണ്ട്. ഭയം വിൽക്കുക എന്ന തന്ത്രമാണിത്. മുറിവുകൾ ഉണക്കുന്നതിന് പകരം അത് മാന്തിപ്പൊളിച്ച് ചോരയൊഴുക്കി ലാഭം കൊയ്യുന്ന ഈ രീതി കേരളത്തിന്റെ മതേതര മനസാക്ഷിക്ക് ചേർന്നതല്ല. സംഘപരിവാർ കാലങ്ങളായി പയറ്റുന്ന ഇസ്ലാമോഫോബിയ എന്ന രാഷ്ട്രീയ ആയുധം ഇടതുപക്ഷം എത്രത്തോളം തന്ത്രപരമായി ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. ജമാഅത്തെ ഇസ്ലാമി കേരള മുസ്ലിമുകളിലെ 1% പോലും പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറയുന്നവർ നിരന്തരം ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് തന്നെ ലക്ഷ്യം വ്യക്തമാണ്. ഉന്നം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്ത് മുഴുവനാണ്. മുസ്ലിം അപവൽക്കരണത്തിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്ന അപകടകരമായ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ BJP തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥിരമായി ഉപയോഗിക്കുന്ന വർഗീയ കാർഡിന്റെ മലയാള പതിപ്പാണ് കെ ബാലന്റെ പ്രസ്താവന. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി ബന്ധത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ തിരുത്തൽ വാദങ്ങൾ ഉയർന്നു. എന്നാൽ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം കൂടുതൽ തീവ്രമായ വർഗീയ ധ്രുവീകരണത്തിനാണ് CPM ഇപ്പോൾ കോപ്പുകൂട്ടുന്നത്. 1960കളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി പയറ്റിയ കുപ്രസിദ്ധമായ സതേൺ സ്ട്രാറ്റജിയുടെ കേരള പതിപ്പാണ് CPM ഇപ്പോൾ നടപ്പാക്കുന്നത്. അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിലെ വെള്ളക്കാരുടെ വോട്ടുകൾ മൊത്തമായി പെട്ടിയിലാക്കാൻ കറുത്ത വർഗ്ഗക്കാരെക്കുറിച്ച് ഭീതി പരത്തുകയും വർഗീയ ധ്രുവീകരണം നടത്തുകയുമായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി ചെയ്തത്. നേരിട്ട് വംശീയത പറയാതെ ക്രമസമാധാനം, സ്റ്റേറ്റ് റൈറ്റ്സ് തുടങ്ങിയ കോഡുകളിലൂടെ അവർ ഭൂരിപക്ഷത്തെ പേടിപ്പിച്ചു കൂടെ നിർത്തി. ഇവിടെ CPM ചെയ്യുന്നതും ഇതേ തന്ത്രമാണ്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ഏകീകരിക്കാൻ അവർ പൊതുശത്രുവിനെ സൃഷ്ടിച്ചിരിക്കുന്നു. മാറാടുകൾ ആവർത്തിക്കും, ജമാഅത്ത് പോലീസ് ഭരിക്കും എന്നീ പ്രസ്താവനകൾ സതേൺ സ്ട്രാറ്റജിയുടെ ആവർത്തനമാണ്. വികസനമോ ഭരണ നേട്ടങ്ങളോ ചർച്ചയാക്കുന്നതിന് പകരം വൈകാരികമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഫാസിസ്റ്റ് രീതിയാണ്. കേരളത്തിലെ ഭരണപരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ചർച്ചയാക്കാതിരിക്കാൻ ജമാഅത്തെ ഭൂതത്തെ തുറന്നുവിടുകയാണ് CPM. എന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് തൊട്ടുകൂടാൻ പറ്റാതായത്? വർഷങ്ങളോളം ജമാഅത്തെ വോട്ട് പെട്ടിയിലാക്കിയവർക്ക് പെട്ടെന്നൊരു നാൾ എന്ത് വെളിപ്പാടാണ് ലഭിച്ചത്? ജമാഅത്തെ ഇസ്ലാമിയോടുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ ജനാധിപത്യപരമായി നേരിടുന്നതിന് പകരം അവരെ രാക്ഷസവൽക്കരിച്ച് അതിലൂടെ ഒരു സമുദായത്തെ ഒന്നാകെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. ബാലന്റെ പ്രസ്താവനകൾ സംഘപരിവാർ ഹാൻഡിലുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. BJP പറയുന്ന അതേ കാര്യങ്ങൾ CPM പറയുമ്പോൾ അണികൾ എന്തിന് ഡ്യൂപ്ലിക്കേറ്റിനെ പിന്തുണക്കണം? അവർ ഒറിജിനൽ BJPയെ തേടിപ്പോയി തുടങ്ങി. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ടെലിവിഷൻ ചർച്ചകളിൽ CPMന് വേണ്ടി തൊണ്ട കീറിയിരുന്ന ജെറി ലൂക്കോസ് കഴിഞ്ഞ ദിവസം BJP അംഗത്വമെടുത്തത്. തെറ്റുതിരുത്താൻ CPM തയ്യാറാവണം.
BJPയുടെ ബി ടീമിനെ കേരളത്തിൽ ആവശ്യമില്ല. ഇടതുപക്ഷം സ്വന്തം ഇടം നഷ്ടപ്പെടുത്തരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് റൈറ്റ് ടോക്ക് സൈനിങ് ഓഫ്.